ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അതിലൊന്നാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും LP UP ടെറ്റ് എക്സാം HS എക്സാം ഇതിനൊന്നും SCRT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, റാങ്ക് ഫയലുകൾ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ തന്നെ കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് PSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അറിയാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ലൈൻ തന്നെയാണ് എന്ത് ചെയ്യുക വരാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഡൽഹി ഭൂമിശാസ്ത്രത്തിലൂടെ എന്ന ഭാഗമുണ്ട്. സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയെന്നറിയാം, നമുക്ക് ഈ ഭാഗത്തു നിന്നുണ്ട് ആരവല്ലി പർവ്വതനിരയുണ്ട്, അതേപോലെ എന്താണ് ഈ സൈഡിൽ സിന്ധു ഗംഗാ സമതലമുണ്ട്, അതേപോലെ യമുന നദിയുണ്ട്, ഡൽഹിയുടെയുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമൊക്കെ ചോദിക്കാം. ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, നോക്കി ഭൂപടത്തിൽ ആരവല്ലി പർവ്വതനിരകൾ അടയാളപ്പെടുത്തിയിരിക്കും, ശ്രദ്ധിക്കൂ. ഈ പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു അല്ലേ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഇപ്പം 2-3 പർവ്വതം തന്നിട്ട് ഇത് ഏതാണ് ഡൽഹിയെ ആക്രമണത്തിൽ തടയാൻ സഹായിച്ചത് അല്ലെങ്കിൽ ഇത് സഹായിച്ചു എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. അപ്പോൾ ഏതാണ് ആരവല്ലി പർവ്വതനിരയാണ് എന്ന കാര്യം ഓർക്കുക. അതേപോലെ ഇതും കൊണ്ട് പ്രത്യേകത എന്തെന്ന് നോക്കി, ആരവല്ലി പർവ്വതനിരയിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്ന കാര്യവും എന്ത് ചെയ്യണം ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. അപ്പം ജലം, യാത്രാ സൗകര്യം, സുരക്ഷയ്ക്ക് ആവശ്യമായ പിന്നെ ആരവല്ലി പർവ്വതനിരകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു ഡൽഹിക്ക് ഉള്ള പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നോക്കി ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കുവാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്ര ഘടകം എന്തൊക്കെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഡൽഹിയെ ഏകദേശം എല്ലാ ഭരണാധികാരികളും എന്താക്കിയത് തലസ്ഥാനമായിട്ട് ഭരണകേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമൊക്കെ ഇതിലേതാണ് കാരണം, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാം. ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക ഈ ഭാഗത്തുനിന്ന് ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് ഡൽഹി അധികാര കേന്ദ്രം എന്ന ടോപ്പിക്കാണ്. ഡൽഹി അധികാര കേന്ദ്രം ഒരു ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ ചോദ്യമാണെങ്കിൽ CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമായത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഏത് രാജാക്കന്മാരാണ്? തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമായത് എന്ന് നമ്മൾ സോഷ്യൽ സയൻസുകാർ എന്ത് ചെയ്യണം ഓർത്തിരിക്കണം. അതേപോലെ നോക്കി, അതേപോലെ അക്കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. അതേപോലെ നോക്കി അടുത്തത് തൊമര രാജാക്കന്മാർക്ക് ശേഷം അല്ലേ, തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ വംശത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരികളായി. അപ്പോൾ അതേപോലെ നോക്കി ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരി ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി ഘോറിയിലെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അപ്പോൾ മൂന്നാമത്തെ ആൾ മനസ്സിലായില്ലേ, ഘോറിയിലെ മുഹമ്മദാണ് മൂന്നാമത്. അപ്പോൾ ആദ്യം തൊമര രാജാക്കന്മാർ, രണ്ടാമത് ചൗഹാൻ വർഗത്തിൽപ്പെട്ടവർ, അതിൽ എന്താണ് അവസാനത്തെ രാജാവാരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. അതിനുശേഷം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി ഘോറി അല്ലേ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഘോറിയിലെ മുഹമ്മദ് എന്ന ആളെന്ത് ചെയ്തു അധികാരം സ്ഥാപിച്ചു എന്ന കാര്യം ഓർക്കുക. അതേപോലെ നോക്കി അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. അപ്പോൾ കുത്തബ്ദീൻ ഐബക്ക് ആരാണ്? ഘോറി മുഹമ്മദിൻ്റെ സേനാനായകനാണ് കുത്തബ്ദീൻ ഐബക്ക്. അതേപോലെ 1206 കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ രാജവംശം മൗലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശം എന്നറിയപ്പെട്ടു. അപ്പം PSC ഒക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, മൗലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശ സ്ഥാപകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. 1206 ഈ വംശം എന്ത് ചെയ്തത് സ്ഥാപിച്ചത് എന്ന കാര്യം ഇല്ലേ, ഈ ഭരണം ആരംഭിച്ചെന്ന കാര്യം ഓർക്കുക. അത് നോക്കി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. നോക്കൂ, മൗലൂക്ക് വംശത്തിലെ അടിമ വംശത്തെ തുടർന്ന് 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്ന് അറിയപ്പെട്ടു. ആ കാലം സുൽത്താനേറ്റ് കാലം എന്നാണ് എന്ത് ചെയ്തത് അറിയപ്പെട്ടിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോലെ കിട്ടിയില്ലേ. അപ്പം അടിമ വംശത്തിന് ശേഷം 4 വംശങ്ങൾ എന്ത് ചെയ്തു ഡൽഹി ഭരിച്ചു. 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചവരെ വിളിക്കുന്ന പേരാണത് സുൽത്താൻമാർ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത്
ഈ സൽസനത്ത് ഭരണം അല്ലെങ്കിൽ ഈ സുൽത്താനേറ്റ് ഭരണകാലത്തെ ഡൽഹി ഭരിച്ച അല്ലേ, നമ്മളൊരു കാലം പറഞ്ഞായിരുന്നു, ഏതാണ്? 1206 മുതൽ 1526 വരെ അല്ലേ, 1526 വരെ ഭരിച്ച വംശങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് ആ വംശം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഏതൊക്കെയാണ്? ഇതാണ് ത്രൂ ആണ് വംശങ്ങൾ. ഒന്നാമത്തെ ഏതാണ്? മൗലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശമുണ്ട്, ഖിൽജി വംശമുണ്ട്, തുക്ല വംശമുണ്ട്, സയ്യിദ് വംശമുണ്ട്, ലോധി വംശമുണ്ട്. അപ്പോൾ 4 പറഞ്ഞ ഏതൊക്കെയാണ്? 1, 2, 3, 4. അപ്പോൾ അടിമ വംശത്തിന് ശേഷം വന്ന 4 ഭരണാധികാരികൾ ആരൊക്കെയാണ്? സ്റ്റാർട്ട് ചെയ്തത് ഖിൽജി വംശം സ്റ്റാർട്ട് ചെയ്തത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അത് തുക്ലു വംശം സ്റ്റാർട്ട് ചെയ്ത ആരാണ്? മുഹമ്മദ് ബിൻ തുക്ലക്കും ഫിറോഷ തുക്ലക്കും ചേർന്നാണ്. സയ്യിദ് വംശമാണെങ്കിൽ ഗിസിർ ഖാനാണ്. ലോധി വംശമാണെങ്കിൽ ഇബ്രാഹിം ലോധിയാണ്. ഇത്രയുമാണ് ആ 4 വംശസ്ഥാപകർ. തീർച്ചയായിട്ടും ഒരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓർത്തിരുന്നോണം, എന്താണ്? അടിമ വംശത്തിന് ശേഷം വന്ന 4 രാജവംശങ്ങളെ അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഏതൊക്കെയാണ്? ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഇത് പലതവണ PSCൻ്റെ ഓർഡറായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണ് ആദ്യം വന്നത് ആ രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർഡറായിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥാപകർ ചോദിച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതേപോലെ അടുത്ത് നമുക്ക് നോക്കി, ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, HSK ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കി? കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയതാരാണ്? ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത സമ്പത്ത് നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. ഇതിന് പറഞ്ഞ പേരാണെന്ത്? ഇതിന് പറഞ്ഞ പേരാണ് തങ്ക അല്ലെങ്കിൽ ജിറ്റൽ അല്ലേ. തങ്ക, ജിത്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നു നാണയങ്ങൾ. അപ്പം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇൽത്തുമിഷാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏതാണ്? അപ്പോൾ ഏകീകൃത നാണയ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നാണയങ്ങൾ ഏതൊക്കെയാണ്? തങ്ക, ജിത്തൽ എന്ന കാര്യവും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ. അതേപോലെ എപ്പോഴും ചോദിക്കുന്ന PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റസിയ സുൽത്താന എന്നൊരു ചോദ്യം. അതായത് ഡൽഹി ഭരണത്തിലെ ഏക വനിതാ അധികാരിയായിരുന്നു സുൽത്താന റസിയ അല്ലെങ്കിൽ റസിയ സുൽത്താൻ എന്ന് പറയും. അദ്ദേഹം ആരാണ്? ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു റസിയ എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അപ്പം ഇത് ഒരുപാട് തവണ PSCക്ക് ചോദിച്ചാണ് ഡൽഹി ഭരണത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരാണ്? റസിയ സുൽത്താനയാണ്. അത് ആരുടെ മകളാണ്? ഇൽത്തുമിഷിൻ്റെ മകളാണെന്ന കാര്യം എന്ത് ചെയ്യാൻ ഓർത്തിരിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്, അല്ലെങ്കിലും തീർച്ചയായിട്ടും ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നിട്ടുള്ള കാര്യമാണ്. അടുത്ത് നോക്കി, സൽസനത്തിൻ്റെ വ്യാപനം. അപ്പോൾ സുൽത്താനേറ്റ് ഭരണത്തിൻ്റെ വ്യാപനം എന്നൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, മൗലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഖിൽജി വംശമായിരുന്നു. ഖിൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഡൽഹിക്ക് സുൽത്താൻമാരുടെ ഭരണത്തിലേക്ക് കീഴിലായത്. അപ്പം അലാവുദ്ദീൻ ഖിൽജി എന്താണ്? ശക്തനായ ഒരു ഭരണാധികാരി ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്ത് നോക്കി, ഖിൽജി വംശത്തെ തുടർന്ന് തുഗ്ലക് വംശം അധികാരത്തിലെത്തി. അതിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹം ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും അതിന് ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്തു എന്ന കാര്യവും ഒന്നും ഓർത്തിരിക്കണം. അടുത്തത്, തുഗ്ലക് വംശത്തിന് ശേഷം അധികാരത്തിലെത്തിയത് ഏത് വംശമാണ്? സയ്യിദ് വംശമാണ്. സയ്യിദ് വംശം, ലോധി വംശമൊക്കെയാണ് അല്ലേ. ഈ ഭരണാധികാരം എന്താണ്? ദുർബലരായിരുന്നു. തുഗ്ലക് വംശത്തിന് ശേഷം സൽത്തനത്ത് ഭരണം ചെയ്തു ക്ഷയിക്കാൻ തുടങ്ങി എന്ന കാര്യം എന്താണ്, ഓർത്തിരിക്കുക. അടുത്ത് നോക്കൂ, ഡൽഹി മുഗൾ ഭരണത്തിൽ എന്നു മുതലാണ്? 1526 മുതൽ അല്ലേ. അപ്പോൾ ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ കാബൂളിലെ ഭരണാധികാരി ബാബറുടെയും സൽസനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ അധികാരം പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ഡൽഹി പിടിച്ചെടുത്തു. അപ്പം ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തോടുകൂടി എന്ത് ചെയ്തു? സൽസനത്ത് ഭരണം എന്ത് ചെയ്തു? അവസാനിച്ചു. മുഗൾ ഭരണം ആരംഭിച്ചു. അതിന് 2-3 പോയിന്റ് ഇവിടെയുണ്ട്. ഏതൊക്കെയാണ്? പാനിപ്പറ്റ് യുദ്ധം എന്ന വാക്കുണ്ട്. 1526 വർഷം. ആരൊക്കെ തമ്മിലാണ്? ബാബറുടെ സൈന്യവും അതേപോലെ ഇബ്രാഹിം ലോധിയുടെ സൈന്യവുമാണ് ഏറ്റുമുട്ടിയത്. ആരാണ് ജയിച്ചത്? ബാബറിൻ്റെ സൈന്യം ജയിക്കുകയും ഡൽഹി പിടിച്ചെടുക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അതേപോലെ നോക്കി, പീരങ്കിയുടെയും വെടിമരുന്നും ഉപയോഗിച്ചതിനാൽ ബാബറിൻ്റെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കാരണമായി. അപ്പം എന്താണ്? പീരങ്കിയും വെടിമരുന്നൊക്കെ എന്താണ്? ആർക്ക് വശമായിരുന്നു?
ബാബറിന് വശമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി, പരാജയപ്പെടുത്തി എന്ന കാര്യവും ഓർത്തിരിക്കുക. അതേപോലെ നോക്കിയേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സൽസനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമാക്കി ബാബർ തുടക്കം കുറിച്ച ഭരണം അറിയപ്പെടുന്ന പേരാണെന്ത്, മുഗൾ ഭരണം. മുഗൾ ഭരണം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം അടിവംശം പഠിച്ചു, സൽസനത്ത് ഭരണം പഠിച്ചു, അടുത്തതാണ് മുഗൾ ഭരണം. അടുത്ത് നോക്കി, ഈ ഓർഡർ PSC HSA എക്സാമിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മുഗൾ ഭരണാധികാരികളുടെ ഓർഡർ ഏതൊക്കെയാണ്? ആദ്യം ആരാണ്? ബാബറാണ്. അടുത്ത ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഇതിലുണ്ട്. ബാബറിൻ്റെ കാലഘട്ടം ഏതാണ്? 1526 മുതൽ 1530 വരെ. ഹുമയൂൺ ആണെങ്കിൽ എന്താണ്, 2 തവണ മാറി എന്ത് ചെയ്യുക വന്നിട്ടുണ്ട്. ആദ്യം 1530 മുതൽ 1540 വരെ, പിന്നെ 1555 മുതൽ 1556 വരെ. അക്ബർ ആണെങ്കിലോ 1556 മുതൽ 605 വരെ. ആ രീതിയിൽ ഇങ്ങനെ പോയിട്ട് എന്താ 1658 മുതൽ 1707 വരെ ആര് ഭരിച്ചു? ഔറംഗസേബ് ഭരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബർ പ്രധാന പങ്ക് വഹിച്ചു. ആരുടെ കാലത്താണ് മുഗൾ സാമ്രാജ്യം കൂടുതൽ വിസ്തൃതമായത്? പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ആരുടെ കാലത്താണ്? അക്ബറിൻ്റെ കാലത്താണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ? അതേപോലെ നോക്കി, മൻസബ്ദാരി സമ്പ്രദായം ആരുടെ കാലത്തുള്ളതാണ്? അക്ബറിൻ്റെ കാലത്തായിരുന്നു എന്ന് ഓർക്കുക. എന്താ സംഭവം അത്? അക്ബർ വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു, അല്ലേ? ഇതിന് പറഞ്ഞ പേരാണെന്ത്? ഈ സൈന്യത്തിൻ്റെ രൂപീകരണത്തിന് ഉപയോഗിച്ച മാർഗമൊക്കെയാണെന്ന് പറയുന്നത് മൻസബ്ദാരി സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിലുള്ള ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥരായിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതിനിടയ്ക്ക് ഇവിടെ എന്താണ്, ഒരു ഷേർഷാ സൂരിനെ പേര് കൊടുത്തത്. എന്താ സംഭവം? 1540 മുതൽ 1540 വരെയുള്ള കാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് ഷേർഷാ വംശത്തിലെ ഷേർഷാ സൂരിയാണ്, അല്ലേ? അപ്പം സൂർ വംശത്തിലെ ഷേർഷാ സൂരിയായിരുന്നു ഭരിച്ചത്. അപ്പോൾ എന്താ സംഭവം? മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വന്നത്. ഷേർഷായുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് 1550 ഹുമയൂൺ ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടായിരുന്നു, അല്ലേ? ഈ ഗ്യാപ്പിൻ്റെ കാരണം മനസ്സിലായല്ലോ. അപ്പം എന്താണ്, ഷേർഷാ സൂരി എന്ത് ചെയ്യുന്നു? ഹുമയൂണിനെ ആദ്യം 1540 പരാജയപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? 1555 തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ 2 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അക്ബറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബ്ദുൽ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർനാമ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അക്ബർനാമ രചിച്ചതാരാണ്? ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം അക്ബറുടെ പിൻഗാമികളുടെയും, 2ാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെയും, 3ാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെയും പ്രതിപാദിക്കുന്നു. അപ്പം ഈ 3ാമത്തെ ഭാഗത്തിന് പറഞ്ഞൊരു പേരുണ്ട്. എന്താണ്? ഐനി അക്ബറി എന്നും അറിയപ്പെടുന്നു. ഐനി അക്ബറി PSC ഉറപ്പായിട്ടും ചോദിച്ചൊരു ചോദ്യമാണ്, ഇനിയും ചോദിക്കും. അപ്പം ഈ ബുക്ക് എഴുതിയത് ആരാണ്? അക്ബർനാമ എഴുതിയത് ആരാണ്? അബ്ദുൽ ഫസലാണ്. ഇതിന് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തത് അക്ബറുടെ മുൻഗാമികൾ, 2 അക്ബറുടെ ഭരണകാലം, 3ാമത്തെ എന്താണ്? അക്ബറുടെ ഭരണ സംവിധാനത്തെയാണ് പ്രതിപാദിച്ചത്, അല്ലേ? അപ്പം ഇതിന് 3ാമത്തെ ഭാഗത്തിന് പറഞ്ഞ പേരാണെന്ത്? ഐനി അക്ബറി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ.